ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് RCB പോരാട്ടം. 8 പോയിന്റുള്ള ഇരു ടീമുകൾക്കും ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ്. കണക്കിലെ കളിയിൽ പഞ്ചാബിനും RCBക്കും പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെങ്കിലും ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നവർ മുംബൈ ഇന്ത്യൻസിന് പിന്നാലെ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന രണ്ടാമത്തെ ടീമായി മാറും. തോറ്റു തുടങ്ങിയ RCB സീസണിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ്. തുടർച്ചയായ 4ാം ജയം തേടിയാണ് ഡുപ്ലസിയും സംഘവും ഇന്ന് ഇറങ്ങുന്നത്. റൺവേട്ടക്കാരിൽ മുന്നിലുള്ള കിങ് കോഹ്ലിയിലാണ് RCBയുടെ പ്രതീക്ഷകൾ മുഴുവനും. ഓപ്പണിംഗിൽ ഡുപ്ലസി കൂടി മികച്ച തുടക്കം നൽകിയാൽ സ്കോർ ഉയരും. ഇംഗ്ലണ്ട് യുവതാരം ബിൽ ജാക്സ് ആണ് RCBയുടെ മറ്റൊരു തുറുപ്പുചീട്ട്. ബിൽ ജാക്സിനെ പൂട്ടിയില്ലെങ്കിൽ പഞ്ചാബിന് വലിയ വില തന്നെ നൽകേണ്ടി വരും. അവസാന ഓവറുകളിൽ ടീമിനെ ജയത്തിലേക്ക് എത്തിക്കാൻ ദിനേശ് കാർത്തിക്കും ടീമിലുണ്ട്. എന്നാൽ കാമറൂൺ ഗ്രീനും ഗ്ലെൻ മാക്സ്വെലിനും ബാറ്റിംഗിൽ താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രജത് പട്ടിദാറും സ്ഥിരത പുലർത്തുന്നില്ല. എന്നാൽ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ തല്ലുകൊള്ളികളെന്ന ചീത്തപ്പേര് മാറ്റാൻ ബൗളിംഗ് യൂണിറ്റും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അവസാനം കളിച്ച മത്സരത്തിൽ ഗുജറാത്തിനെ ചെറിയ സ്കോറിന് പുറത്താക്കാൻ RCBക്ക് കഴിഞ്ഞിരുന്നു. മുഹമ്മദ് സിറാജും യഷ് ദയാലും ഫോം വീണ്ടെടുത്തത് RCBക്ക് പ്രതീക്ഷകൾ നൽകുന്നു. RCBയെ പോലെ തന്നെ ഈ സീസണിൽ തോൽവികളിൽ നിന്നും തിരിച്ചു വന്നവരാണ് പഞ്ചാബ് കിങ്സും. എന്നാൽ ചെന്നൈയോട് കളിച്ച അവസാന മത്സരത്തിൽ ബാറ്റിംഗ് നിര പരാജയപ്പെട്ടു. ജോണി ബെയർസ്റ്റോ മികച്ച തുടക്കം നൽകിയാൽ പഞ്ചാബ് ആളിക്കത്തും. വാലറ്റത്ത് വരെ തകർത്തടിക്കാനാകുന്ന ബാറ്റർമാരുടെ നീണ്ട നിര തന്നെ പഞ്ചാബിനുണ്ട്. പഞ്ചാബിന്റെ ബൗളിങ്ങിനെയാണ് RCB കരുതിയിരിക്കേണ്ടത്. ഹർഷൽ പട്ടേലും അർഷദീപ് സിംഗും അപകടകാരികൾ തന്നെ. വിക്കറ്റ് വേട്ടക്കാരിൽ മുന്നിൽ തന്നെയുണ്ട് ഇരു താരങ്ങളും. സാംകറിന്റെ ഓൾറൗണ്ട് മികവും പഞ്ചാബിന് കരുത്തേകും. ഈ സീസണിൽ പഞ്ചാബും RCBയും നേർക്കുനേർ വന്നപ്പോൾ 4 വിക്കറ്റിന്റെ ജയം RCBക്ക് തന്നെയായിരുന്നു. അന്ന് RCBയെ മുന്നിൽ നിന്ന് നയിച്ചത് വിരാട് കോഹ്ലി. ഇതിന് കണക്കുകൂട്ടാൻ കൂടി ഉറച്ചു തന്നെയാണ് പഞ്ചാബ് ഇന്ന് ഇറങ്ങുന്നത്.